ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നികേഷ് ആണെങ്കിൽ പനച്ച് വരച്ച് കിടക്കുകയാണ്. അതും കണ്ടുകൊണ്ട് നമ്മുടെ നിധി അങ്ങോട്ടേക്ക് വരികയാണേ. അപ്പം നമ്മുടെ നിധി ആണെങ്കിൽ അടുത്ത് പോയി തൊട്ട് നോക്കുക. അന്നേരം നല്ല പനിയായിരിക്കും. എടാ നികേഷ് എന്നൊക്കെ വിളിക്കുമ്പോൾ നികേഷ് ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലേ. അങ്ങനെ അവിടെ പനിയുടെ മരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. അങ്ങനെ പുറത്തിരുന്ന ഭാസ്കരനോട് പോയി ആവശ്യപ്പെടുകയാണ് കേട്ടോ. അച്ഛാ, എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എനിക്ക് ഒരു ഗുളിക വേണം, പനിയുടേത്. അതിനിവിടെ ആർക്കാ പനി എന്ന് ചോദിക്കുമ്പോൾ നികേഷിന് അവന് ഗുളികയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ സൈക്കിൾ എടുത്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നിധിയാണെങ്കിൽ തുണിയൊക്കെ അലക്കി ഇടുമായിരിക്കും. അന്നേരം ഭാസ്കരൻ തിരികെ എത്തുന്നു. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ഗുളികയും കൊടുത്തിട്ട് പറയും, വാത്സല്യം കൊണ്ട് വാങ്ങിയതല്ല, കയ്യിലെ ചില്ലറ ഇല്ലാത്തോണ്ട് അങ്ങനെ വാങ്ങിയതാന്ന് പറയുമ്പോൾ ഒവ്വ് എന്ന് പറയാൻ കേട്ടോ നമ്മുടെ നിധി. എന്നിട്ട് ഭാസ്കരൻ പറയും, ഈ പനി വന്നാലൊന്നും ഗുളിക കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ശരീരത്തിന് രോഗം വരുമ്പോൾ അത് പ്രതിരോധിക്കാനാണ് രോഗം വരുന്നത് തന്നെ. അത് മരുന്ന് കഴിച്ച് മാറ്റേണ്ടതല്ല. ഞാനൊക്കെ ഗുളിക കഴിച്ചിട്ട് എത്രയോ കാലമായി എന്ന് പറയുമ്പോൾ അപ്പൊ നിധി പറയുന്നുണ്ട്, അച്ഛൻ പോകുമ്പോ അങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. ഇപ്പോഴത്തെ പനി വിശ്വസിക്കാൻ പാടില്ല. ഹെൽത്ത് കാണിച്ചു മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നല്ലേ. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ശരിക്കും ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ശരീരം തന്നെ അത് റിപ്പയർ ചെയ്തോളും. നമ്മളെ ഗുളികയൊക്കെ കൊടുക്കുന്നത് അത് ശരീരത്തിന് കേടാ. അത് കേൾക്കുമ്പോൾ നമ്മുടെ നിധി ചോദിക്കും, ശരീരത്തിനോട് ഇത്രയൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കുറച്ച് വയറുണ്ടെന്നേ ഉള്ളൂ, ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്ന് പറയുന്നു. അതുകൊണ്ടാണോ അച്ഛൻ ദിവസവും കുടിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ദേ അതിൽ തൊട്ട് കളിക്കണ്ട, അതെന്റെ പേഴ്സണൽ വിഷയമാണെന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇവന്റെ പോലെ തന്നെ പനിയായിരുന്നു ഇവന്റെ അമ്മയ്ക്കും. അവളുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടെത്താൻ അവൾ 6 ദിവസം പിടിക്കും ലോറിയിലെ. ആ 6 ദിവസത്തെ 4 ദിവസവും അവൾക്ക് പനി തന്നെ ആയിരിക്കും. കിടപ്പോട് കിടപ്പാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിധി ചോദിക്കും, അവരെവിടുന്ന കൊണ്ടുവന്നേ എന്ന് ചോദിക്കും. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, പറഞ്ഞത് അബദ്ധമായി, അച്ഛൻ പറ എന്ന് പറയുമ്പോൾ അവരെവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ പേരെന്താ? ഇവിടെ നിന്ന് പോയെന്ന് മനസ്സിലായി. എങ്ങോട്ടാ പോയത്? അവരെ പറ്റി എന്തെങ്കിലും വിവരം അച്ഛനറിയോ? പ്ലീസ് അച്ഛാ, അവർക്കെന്താ പറ്റിയത് എന്നെങ്കിലും ഒന്ന് പറയോ? അന്നേരം ഭാസ്കരൻ ചോദിക്കും, നിനക്കൊക്കെ ഈ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. അതല്ല അച്ഛാ, ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി എന്താന്ന് കേൾക്കാൻ ഒരു ആകാംക്ഷ കാണുമല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ എന്ന് പറയുമ്പോൾ എനിക്ക് അവരെ പറ്റി പറയാനേ സൗകര്യമില്ല. നീ എൻ്റെ അടുത്ത് ഗുളിക വാങ്ങി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അത് ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. മറ്റൊന്നും എന്നോട് ചോദിക്കണ്ട, വേഗം പോയി ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്ക്. അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് ഒരിക്കൽ എന്നെ വിളിച്ചിരുത്തി ഈ കഥ പറയും, നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഓ പിന്നെ നോക്കാം എന്ന് പറയട്ടെ ഭാസ്കരൻ. നോക്കാനൊന്നുമില്ല, ഞാൻ അച്ഛനെ കൊണ്ട് അത് പറയിപ്പിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ നിധി അങ്ങ് പോവാട്ടോ. അന്നേരം നമ്മുടെ ഭാസ്കരൻ പറയും, ഇവളെന്താ അത് തന്നെ ചോദിക്കുന്നേ, വല്ല CID മറ്റോ ആണോ എന്ന് ചോദിക്കുകയാണേ.